നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി വരുന്നത് വിലക്കയറ്റ കാലം. വോട്ട് പെട്ടിയിലായി, ഇനി വില കൂട്ടിയാൽ എന്ത്? വാണിജ്യ പാചകവാതക സിലിണ്ടർ വില കൂട്ടിക്കഴിഞ്ഞു. ഗാർഹിക സിലിണ്ടർ വില ഉടൻ തന്നെ കൂട്ടുമെന്ന് കേൾക്കുന്നു. പാൽ വില കൂട്ടാൻ തീരുമാനമായി. പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രഖ്യാപനവും വരും. അപ്രഖ്യാപിത പവർ കട്ട് വന്നു കഴിഞ്ഞു. വൈദ്യുതി നിരക്ക് ഉടൻ കൂട്ടിയേക്കുമെന്നും സൂചനകളും പുറത്തു വരുന്നു. പെട്രോൾ ഡീസൽ വില ഉടൻ കൂട്ടിയേക്കുമെന്നതും ഏറെക്കുറെ ഉറപ്പാണ്. പെട്രോളിനും ഡീസലിനും വില കൂട്ടിയാൽ തൊട്ടു പിന്നാലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സർവ്വസാധനങ്ങൾക്കും വില കൂടും. അതൊരു ഒന്നൊന്നര കൂട്ടലാണ്. ഡീസലിന് 5% കൂട്ടിയാൽ വിപണിയിൽ 30-40% ഒറ്റ കയറ്റമാണ്. ഇന്ധനവില കൂട്ടിയാൽ ഓട്ടോ ചാർജ് മുതൽ ബസ് ചാർജ് വരെ സ്വാഭാവികമായും കൂട്ടും. 19 കിലോ വാണിജ്യ സിലിണ്ടർ വില ഏറ്റവും ഒടുവിൽ കൂട്ടിയത് 993 രൂപയാണ്. 2026 ഫെബ്രുവരി 28 ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത് 3 തവണയായി 1332 രൂപ 50 പൈസയാണ് കൂട്ടിയത്. ഹോട്ടൽ ഭക്ഷണവില കൂടിക്കഴിഞ്ഞു, ഇനിയും കൂടാൻ കാത്തു നിൽക്കുകയാണ്. പാൽ വില കൂട്ടിയാൽ അതിൻ്റെ ഗുണം ക്ഷീര കർഷകർക്ക് കിട്ടില്ലേ എന്നൊക്കെ തോന്നാം. പക്ഷേ അപ്പോൾ തന്നെ കാലിത്തീറ്റ വിലയും കൂട്ടും. അതാണ് ചരിത്രം. സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും ജീവിതം വഴിമുട്ടും. വില കൂട്ടിയാലും അവശ്യ സാധനങ്ങൾ വാങ്ങാതിരിക്കാനാവില്ല. അതിനാൽ വലിയ വില കൊടുത്ത് നമ്മൾ സ്വാഭാവികമായും ഇതൊക്കെ വാങ്ങേണ്ടി വരും. പക്ഷേ അപ്പോഴും ഒന്നോർക്കണം, വോട്ടെടുപ്പ് കാലത്ത് ഇതൊന്നും കൂട്ടാതിരിക്കാനും അത് കഴിഞ്ഞ് തന്നെ കൃത്യമായി വില കൂട്ടാനും കാണിക്കുന്ന അധികാരികളുടെ സവിശേഷമായ ആ ശുഷ്കാന്തി. അതിനു മുന്നിൽ ഒരു നല്ല നമസ്കാരം. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി വിലക്കയറ്റ കാലം. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കോഴിക്കോട് നിന്ന് കുഞ്ഞഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, പാലിൻ്റെ വില 4 രൂപ കൂട്ടി. അത് പെരുമാറ്റച്ചട്ടം മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് പ്രഖ്യാപനം വരും. വൈദ്യുതി നിരക്ക് കൂട്ടുമെന്ന് പറയുന്നു. ഇന്ധന വില, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉടൻ തന്നെ കൂട്ടും എന്ന് പറയുന്നു. എന്തായാലും ആകെക്കൂടി പാചകവാത സിലിണ്ടർ ആണെങ്കിൽ വാണിജ്യ സിലിണ്ടറിന് ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഏകദേശം 1333 രൂപയാണ് കൂട്ടിയത്. അതൊക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ ഹോട്ടലുകളൊക്കെ ഭക്ഷണം ഉണ്ടാക്കിത്തരുന്നത്. സ്വാഭാവികമായും അവിടുത്തെ ഭക്ഷണത്തിൻ്റെ വില കൂട്ടിക്കഴിഞ്ഞു, ഇനിയും അത് കൂടുമെന്ന് പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയും വരെ വില കൂട്ടാതിരിക്കാനും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൃത്യമായി തന്നെ കൂട്ടാനും കാണിക്കുന്ന ആ ജാഗ്രതയ്ക്ക് നമ്മളൊരു സല്യൂട്ടെങ്കിലും കൊടുക്കേണ്ടതല്ലേ നമ്മുടെ അധികാരികൾക്ക്? നമസ്കാരം സാറേ. നമസ്കാരം. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ജനങ്ങൾ തയ്യാറാകണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നോക്കൂ, നിങ്ങൾ 1000 ഉറുപ്പ്യ ഒറ്റയടിക്ക് സിലിണ്ടറിൽ കൂട്ടി. ഇത് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. ഈ ഹോട്ടലുകാരെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി ഹോട്ടൽ അടച്ചിടാൻ പോവുക. ഇത് കേന്ദ്ര ഗവൺമെന്റ് കണ്ണ് തുറപ്പിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. നോക്കൂ, നിങ്ങൾ എന്ത് തോന്നിയാസായി ചെയ്യുന്നത്? 50 രൂപയ്ക്ക് പെട്രോൾ തരുന്ന അധികാരത്തിൽ കയറി കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിതി ഒന്ന് ആലോചിക്കണം. നാളെ വരുന്നതാണ് പെട്രോളിന്റെ ഡീസലിന്റെ വില കൂട്ടാൻ പോവുക. സങ്കടമായത് ജനങ്ങൾ പ്രത്യക്ഷ സമരത്തിൽ ഇറങ്ങണമെന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, ജനങ്ങൾ അങ്ങനെയൊന്നും ഇറങ്ങില്ല എന്നുള്ള ആത്മവിശ്വാസം. ഇറങ്ങിയാലും ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്ത് എന്നുള്ള ചോദ്യം കൂടി രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും മുന്നിലുണ്ട്. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന്. ഫാദർ സാമുവൽ, ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ സാഹചര്യമാണ് ഈ കൂട്ടാനുള്ളൊരു കാരണം. അത് കാരണമൊക്കെ തന്നെയാണ്. പക്ഷേ ഇവരെല്ലാ തവണയും ഇങ്ങനെയാണ്, ഈ തെരഞ്ഞെടുപ്പായാൽ ഇതൊന്നും കൂട്ടാതെ പിടിച്ചു നിർത്തും. തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിയുക, ഒറ്റയടിക്ക് ഇതെല്ലാം കൂടി കൂട്ടുക. ഇതാണ് നമ്മുടെ സർക്കാരുകളൊക്കെ ചെയ്യുന്നത്. എന്താവും അവർ ഈ കൃത്യമായി ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം? ഗുഡ് ഈവനിങ്. സാറ് പറഞ്ഞോട് തന്നെയാണ്. കാരണം ഇപ്പം അവർക്ക് പല കാരണങ്ങൾ പറയാനുണ്ട്. സെൻട്രലിനായാലും സ്റ്റേറ്റിനായാലും വില കൂട്ടാതിരിക്കാൻ വേറെ വഴികളൊന്നുമില്ല, കൂട്ടിയേ പറ്റൂ എന്ന് അവർ പറയും. ഈ സാധാരണക്കാരുടെ കഷ്ടപ്പാട്, പെൻഷൻ ഉള്ളവരുണ്ട്, ശമ്പളം ഉള്ളവരുണ്ട്, ഇതൊന്നും ഇല്ലാത്തവരുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ വളരെ ശോചനീയമാണ്. അതൊന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും 2 സർക്കാരുകൾക്കും പ്രയാസമാണ്. കേന്ദ്രവും അതിന് മുന്നിലില്ല, സംസ്ഥാന സർക്കാരും മുന്നിലില്ല. കാരണം അവരുടെ ഇത് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനിയിപ്പം റിസൾട്ടായി കാത്തിരിക്കുകയാണ്. അത് വന്ന ശേഷം എന്താ സ്ഥിതി എന്ന് അന്നേരം പറയാം. ഇപ്പൊ നമുക്ക് അതും പറയാൻ പറ്റൂല. അതുകൊണ്ട് വില കയറ്റത്തിൽ നിന്ന് പൊറുതിമുട്ടിയിരിക്കുന്ന ജനത്തിന് ആശ്വാസകരമായ നടപടികൾ 2 സർക്കാരും സ്വീകരിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശിവനാണ്
ചമ്പക്കുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശിവൻ, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടാൻ പോകുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്, ഇടത്തരക്കാരും സാധാരണക്കാരുമായ മനുഷ്യരാണ്. മറ്റ് സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. ഈ വിലക്കയറ്റത്തിൻ്റെ കാലത്തിലേക്കാണോ ഇനി നമ്മൾ പോകുന്നത്? താങ്ക് യു സർ. ഇത്ര കാലം കൊണ്ട് വിളിച്ചിട്ട് ഒന്ന് കിട്ടിയതാ. ശരി, ഓക്കെ. ശിവൻ സ്ഥിരമായി വിളിക്കാറുണ്ടോ? നമ്മളൊക്കെ വിളിക്കാറുണ്ട്, ദിവസവും വിളിച്ച് 1 മണിക്കൂർ വിളിച്ചിട്ട് കിട്ടാതാണ്. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും തുടർച്ചയായി വിളിക്കും, ഇനിയും കിട്ടും. ഓക്കെ സാർ. സാറേ, ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാലം കിടക്കുവോളം നാരായണ. പാലം കടന്നു കഴിയുമ്പോൾ പിന്നെ കൂരായണ. ഇനിയിപ്പോ ഇലക്ഷനും എല്ലാം കഴിഞ്ഞു, സംസ്ഥാന തലത്തിലുള്ള ഇലക്ഷനും ഇല്ല, കേന്ദ്ര ഇലക്ഷനും ഇല്ല, ഇനിയെല്ലാം കൂരായണ. ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെ ജനങ്ങൾ തിരിച്ചറിയണം. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. സാധാരണക്കാരന്റെ ഒരു കാര്യവും സൃഷ്ടിക്കാത്ത ഈ ആളുകളെ മേലിൽ ഈ അധികാര സ്ഥാനത്ത് വരാത്ത രീതി സ്വീകരിക്കുക എന്നുള്ളത് ജനങ്ങളുടെ കടമയാണ്. അതുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. തങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പാലം കടക്കുവോളം നാരായണ, അത് കഴിഞ്ഞാൽ പിന്നെ കൂരായണ. കുഞ്ഞാലിയാണ് വയനാട് നിന്നും. ശ്രീ കുഞ്ഞാലി, ഈ ഇന്ധനവില കൂടിയാൽ സ്വാഭാവികമായും സർവ്വ സാധനങ്ങളുടെയും ഏത് സാധനം എന്നൊന്നുമില്ല, പച്ചക്കറി ആയാലും പലവ്യഞ്ജനമായാലും ഇനി മറ്റ് ഏതെങ്കിലും സ്പെയർ പാർട്സ് മേടിച്ചാൽ അതിൻ്റെ അടക്കം എല്ലാത്തിൻ്റെയും വില കൂടും. അത് കൂടുന്നത് ഇതിൻ്റെ ആനുപാതികമായിട്ടൊന്നും ആയിരിക്കില്ല, വലിയ കൂട്ടലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അത്തരം ഒരു കാലത്തിലേക്കാണോ നമ്മൾ നീങ്ങുന്നത്? നമ്മൾ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. സാറ് പറഞ്ഞ വളരെ കൃത്യമാണ്. കാരണം നമ്മുടെ സംസ്ഥാനമോ ആയിരിക്കുന്നാലും കേന്ദ്രമായിരുന്നാലും നമുക്ക് സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഒരു കൂലിപ്പണി എടുക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന്റെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ വളരെ വിഷമമാണ്. കാരണം അത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നമ്മുടെ സോമാലിയിൽ മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കേൾക്കുന്ന പട്ടിണി മരണവും തുടങ്ങിയതൊക്കെ ഭാവിയിൽ കൂടുതൽ വിദൂരമല്ലാതെ നമ്മുടെ നാട്ടിലും കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. കാരണം ഏത് മേഖലയിൽ ഇപ്പോൾ നമുക്ക് ചിന്തിച്ചാലും സാധാരണക്കാർക്ക് ഇന്ന് ഒരു ഹോസ്പിറ്റൽ ബില്ലാണെങ്കിലും പച്ചക്കറി മറ്റുള്ള പലചരക്ക് ഏത് സംവിധാനവുമായിട്ട് പോയാലും നമുക്കൊക്കെ ഒന്ന് ഒരു ജീവിതത്തിൽ ഒരു ദിവസം ശരാശരി ഞാനൊക്കെ ഒരു ദിവസം ഒരു 1000 രൂപ വരെ സമ്പാദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും എവിടെയും എത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നിങ്ങൾ ഇത്തരം ഒരു വിഷയം മുന്നോട്ട് വെച്ചതും എന്തുകൊണ്ടും സ്വാഗതം അർഹിക്കുന്നതാണ്. ഇതിന് മുമ്പത്തെ ഒരാട് സംസാരിച്ചതുപോലെ തന്നെ രാജ്യവ്യാപകമായി പ്രക്ഷോഭം ചെയ്യുക. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞതുമാതിരി സാധാരണക്കാർ, ഇപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ അവര് നമ്മുടെ മുമ്പിലേക്ക് എത്തും, പല വാഗ്ദാനങ്ങളും ചെയ്യും. നേരത്തെ മറ്റേ ആട് പറഞ്ഞതുപോലെ അവർക്ക് നേട്ടങ്ങൾക്ക് വേണ്ടി അവർ നമ്മുടെ ഒരു പാവയായി ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊക്കെ അവർ വലിച്ചെറിയുന്ന സ്വഭാവം. എന്ത് പറഞ്ഞാൽ ഈ സാധാരണക്കാര് നമ്മുടെ ഈ രാജ്യത്ത് പിന്നെ ജീവിക്കാൻ വളരെ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, നമുക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായി പോയി കഴിഞ്ഞാൽ ഈ പാൽ വില കൂടുമ്പോൾ സ്വാഭാവികമായും ക്ഷീര കർഷകർക്ക് വളരെ പ്രയാസമാണ്. പശുവിനെ വളർത്തിയൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴത്തെ പാൽ വിലയിൽ അവർക്ക് ജീവിതം മെച്ചപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കാര്യമായ ലാഭമൊന്നും അതിൽ നിന്ന് കിട്ടാനില്ല. നമ്മൾ വിചാരിക്കും 4 രൂപ ലിറ്ററിന് കൂടുമ്പോൾ സ്വാഭാവികമായും അതിലൊരു 2-3 രൂപയെങ്കിലും ഈ കർഷകന് കിട്ടില്ലെന്ന്. പക്ഷേ സ്വാഭാവികമായും ഉണ്ടാകുന്ന എപ്പോഴും അങ്ങനെയാണ്. പാൽ വില കൂട്ടും, തൊട്ട് പിന്നാലെ കാലിത്തീറ്റയുടെ വിലയും കൂട്ടും. ഇപ്പോൾ ഈ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില കൂടാൻ പോവുകയാണെങ്കിൽ കാലിത്തീറ്റ വില ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കും കൂടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുകയില്ല, എന്നാൽ സാധാരണക്കാർക്ക് അവരുടെ ജീവിത ചെലവ് ഏറുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് ഇനി രാഷ്ട്രീയക്കാരൊന്നും അക്കാര്യത്തിൽ വലിയ വേവലാതിപ്പെടുകയുമില്ല. ഇത് ഒരു കഠിനമായി പോയി. ഞാൻ മോദിനെ അനുകൂലിക്കുന്ന ആളായിരുന്നു പൊതുവെ. പക്ഷെ ഇത് നമ്മളെ കാരണത്തെ ആഞ്ഞടിക്കുവാൻ ഇപ്പൊ എക്സിറ്റ് പോള് പോലെ ഈ 6:30 മണി വരെ എക്സിറ്റ് പോള് നിരോധിച്ചു ഇലക്ഷൻ കമ്മീഷൻ. 6 മണിക്ക് ശേഷം എക്സിറ്റ് പോള് പുറത്തു വിടാം. അതേപോലെ ഇത് എക്സിറ്റ് പോളായി പോയി. ഇലക്ഷൻ കഴിയുന്നവരെ കാത്തു നിന്നിട്ട് 993 നിർത്താൻ പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വയസ്സാണ്. അത് മാത്രമല്ല, ഇപ്പോ ഗാർഹിക സിലിണ്ടർ ഇവര് പറയുന്നത് ഇപ്പൊ ഈ പ്രത്യേക സാഹചര്യത്തിൽ ക്ഷാമം ഉണ്ടാകും നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇവര് 45 ദിവസം കഴിയുമ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ബുക്ക് ചെയ്യാന്ന് പറയുന്നത്. ഞാനിപ്പോ ഇന്ന് 63ാമത്തെ ദിവസം. യുദ്ധം തുടങ്ങുന്ന അന്ന് 28-ാം തീയതി ഞാൻ ഒരു സിലിണ്ടർ നിറച്ച. അതിനുശേഷം ഈ 45 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഈ 18 ദിവസമായിട്ടും എല്ലാ പ്രാവശ്യവും ദിവസം 2-3 വിളിക്കുന്നുണ്ട്. അത് ബുക്കിംഗ് ആകുന്നില്ല. അപ്പൊ ഇനിയിപ്പോ 50 രൂപ അതിനും കൂട്ടുന്ന പറയുന്നത്. ഏതായാലും ഈ പാലിനാണ് ഞാൻ അംഗീകരിക്കുക. കാരണം 4 രൂപ വെച്ചാല് ഒരു പാൽ ഉണ്ടാക്കുന്ന ആളെ സംബന്ധിച്ചൊരു ഒരു വിഷമം തന്നെയാണ്. കാര്യം
ഒരു വില ബുദ്ധിമുട്ടാണ് ഈ സമയത്തൊക്കെ പ്രത്യേകിച്ചു. അപ്പോൾ പാലിന് നമുക്ക് 4 ഉറുപ്പ്യ, ഞാനിപ്പോൾ എല്ലാ ദിവസവും 1 ലിറ്റർ പാൽ എല്ലാ ദിവസവും വാങ്ങിക്കുന്നതാണ്. എനിക്ക് അന്നെയും ബാധിക്കും. എന്നാലും സാരമില്ല, അതൊരു ഒരു പരിധി. 993 ഉറുപ്പ്യ ഒരു ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് BJP ഗവൺമെന്റ് മോദിയോട് പറയാനുള്ളത്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ വെറും ഒരു പുല്ലലായി കഴിഞ്ഞു പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനുള്ള കേരളം. ശരി, ദാസനാണ് പ്രതികരിച്ചത്. ശ്രീ രാജനാണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി വില കയറ്റിയാലെന്ത്, വില കുറച്ചാലെന്ത് എന്നുള്ള മട്ടിലാണോ അധികാരികൾ? അതെ, അധികാരികൾ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ഇപ്പൊ നോക്കാവുന്ന കാര്യം പഴയ സിസ്റ്റത്തിലോട്ട് പോവാ, വിറക് സ്വീകരിക്കുക. പക്ഷെ കൃഷി ചെയ്യാനൊക്കത്തില്ല. കാര്യം കൃഷി ചെയ്യണമെങ്കിൽ തൊഴിലാളിക്ക് 1000 രൂപയിൽ കൂടുതൽ കൂലി. അടുത്തുള്ള തമിഴ്നാട്ടിൽ 500-600 രൂപയേ ഉള്ളൂ. അപ്പൊ അത് കേരളത്തിന്റെ ഒരു പ്രത്യേകത. വിറകടുപ്പിലേക്ക് പോകാനൊന്നും പ്രായോഗികമല്ലല്ലോ. അതിപ്പോൾ ചിലപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ചിലർക്ക് കഴിയുമായിരിക്കും, അല്ലാതെ ഈ നഗരത്തിലൊക്കെ താമസിക്കുന്നവർക്ക് വിറകടുപ്പൊക്കെ വെക്കാനൊക്കെ കഴിയുമോ? അത് സാറേ, അതിപ്പോ ഇതും ഈ ഗ്യാസ് എന്ന് പറയുന്ന സാധനം തീർന്നുകൊണ്ടിരിക്കുമല്ലോ, എപ്പോഴെങ്കിലും ഒരു സമയത്ത് തീരത്തില്ലയോ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം, ഇപ്പോഴേ ചിന്തിക്കണം. നമ്മുടെ 2 ഉപഗ്രഹം വിട്ട് 2 മൂക്കും കുത്തി താഴെ പോയി. അത് വിദേശ ശക്തികൾ എന്തെങ്കിലും ചെയ്തതായിരിക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചു പോയാലേ ഒക്കത്തുള്ളൂ. ഇനിയിപ്പം ഈ ഭരണകർത്താക്കൾ എന്ത് ചെയ്യാനാ? അവിടെ യുദ്ധം നടക്കുന്ന നമുക്ക് ഡീസലും പെട്രോളും ഒന്നും കിട്ടുന്നില്ല. അത് അവരുടെ കുഴപ്പമല്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലേ ഇനി ഒക്കത്തുള്ളൂ. കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കമ്മ്യൂണിസ്റ്റുകാരും ഇവരെ സമരം ചെയ്ത് തൊഴിലാളിയെ കൂട്ടിയപ്പോൾ തൊഴിലാളിയെ കിട്ടാനില്ല. അന്യ സംസ്ഥാനങ്ങളിൽ തൊഴിലാളി വരാൻ തുടങ്ങി. ഇതൊക്കെ ശ്രീരാജൻ, ഈ തൊഴിലാളികൾക്ക് കൂലി കൂട്ടിയെന്ന് പറഞ്ഞാൽ ആ തൊഴിലാളിക്കും ജീവിക്കണ്ടേ? 500 രൂപ, താങ്കൾ പറയുന്ന പോലെ കേരളത്തിൽ 500 രൂപയായിരുന്നു ഒരു ദിവസം വീട്ടിൽ പറമ്പിൽ പണിയെടുക്കാൻ വരുന്ന ഒരാൾ കൂലിയെങ്കിൽ അയാളുടെ കുടുംബം ആ 500 രൂപയ്ക്ക് പുലരാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പൊ അത് ആലോചിക്കണ്ടേ, അവരുടെക്കും ജീവിക്കണ്ടേ? അവർ പണിയെടുക്കുന്നല്ലേ. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ 500 ഉള്ളൂ, ഇവിടെ 1000. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ജീവിക്കാൻ അത് മതി, ഈ കേരളത്തിൽ ജീവിക്കാൻ അത് പോരാ. അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ പിന്നെ 1000 രൂപയാണെങ്കിൽ താങ്കൾക്ക് വീട്ടിൽ പണിയെടുക്കാതെ താങ്കൾക്ക് തന്നെ ആ പണി അങ്ങ് ചെയ്തുകൂടെ സ്വന്തമായി? കാരണം എന്താ? കാരണം ഇവിടെ വ്യവസായം ഇല്ല, കൃഷി പണി ചെയ്യുവാനാണെങ്കിൽ 1000 രൂപ കൊടുക്കണം. അത് ഈ തൊഴിലാളിക്ക് കൂലി കൂട്ടിയോണ്ട് ഈ 1000, അത് എല്ലാ ശ്രീ രാജൻ, തൊഴിലാളിക്ക് കൂലി കൂടാ. എന്റെ സംശയം ശ്രീ രാജൻ, തൊഴിലാളിക്ക് കൂലി താങ്കൾ പറയുന്നത് പോലെ കൂലി കൂടിയില്ല. കൂലി കൂടിയില്ലെങ്കിൽ എങ്ങനെയാണ് ആ തൊഴിലാളി ജീവിക്കുന്നത്? ആ തൊഴിലാളിക്കും ജീവിതമില്ലേ? ഇതേ സിസ്റ്റം ഒരു 45-46 ആ കാലഘട്ടങ്ങളിൽ നോക്ക്, തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേ കൂലിയായിരുന്നു. ശ്രീ രാജൻ, ആ കേരളത്തിൽ ഈ 45-46 കാലം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ പാടത്ത് പണിയെടുത്ത് അവൻ്റെ സ്ഥിരമായി പട്ടിണി കിടന്ന്, അല്ലെങ്കിൽ അവന് വേലയ്ക്ക് കൂലിയില്ല, കൂലിക്ക് പകരം പാട്ടമായിരുന്നു കൊടുത്തിരുന്നത്. നിശ്ചിത 5-6 പറ നെയ്ത് കഴിഞ്ഞാൽ അതിൽ 1 പറ എന്ന് പറയുന്ന കൂലിയൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെ അതിനുവേണ്ടിയൊക്കെ കേരളം ഒരുപാട് സമരം നടത്തിയാണ് സാധാരണക്കാരായ മനുഷ്യർ മുന്നേക്ക് വന്നത്. അല്ലാതെ കൂലി കൂട്ടിയോണ്ടൊന്നും അല്ല കേരളത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായത്. കൂലി കൂട്ടുക തന്നെ വേണ്ടതാണ്. അത് അവർക്ക് ജീവിക്കണ്ടേ? അതെ സാറേ, എവിടെങ്കിലും പോയോ അവസാനിക്കണ്ട. ഇതിപ്പോ അവസാനിക്കുന്നില്ല. അത് കൂലി കൂട്ടി ഇപ്പം കൃഷി ചെയ്യാനൊക്കുന്നില്ല. കൂലി കൂടിയതുകൊണ്ടൊന്നല്ലേ ശ്രീരാജൻ കൃഷി ചെയ്യാത്തത്? ശ്രീരാജൻ കൂലി കൂടിയതുകൊണ്ടാണ്. എങ്കിൽ സ്വന്തമായിട്ട് ഇറങ്ങി കൃഷി ചെയ്യണം. സ്വന്തമായിട്ട് എന്താ ചെയ്തൂടെ? സ്വന്തമായിട്ട് ചെയ്യുന്ന അപ്പൊ കൂലി കൊടുക്കണ്ടല്ലോ. വീട്ടിലുള്ള എല്ലാവരും വീട്ടിൽ നിന്ന് ഭാര്യയും മക്കളെയൊക്കെ വിളിച്ച് നേരെ അങ്ങ് പാടത്തേക്ക് ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ കൂലി കൊടുക്കണ്ടല്ലോ. മറ്റുള്ള സാധനങ്ങൾക്ക് വില കൂടുതല. കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ് നമ്മള് മാർക്കറ്റിൽ കൊണ്ടുപോയാൽ, അപ്പൊ അത് പറ, മാർക്കറ്റിൽ കൊണ്ടുപോയ വില കൂടുതല. അപ്പൊ കൂലി കുറച്ചുകൊണ്ട് ലാഭമാവില്ലല്ലോ. അപ്പൊ പിന്നെ കൂലി കൂടിയതാണ് താങ്കൾക്ക് പ്രശ്നമാകുന്നത് എങ്ങനെയാണ്? അതല്ല, ഈ സിസ്റ്റം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം മാറും. നമ്മള് പിന്നെ ഗ്യാസ്. ശ്രീരാജൻ, താങ്കൾ ഒരു നിമിഷം, താങ്കൾ പറഞ്ഞത് കൂലി കൂടിയതാണ് പ്രശ്നമെന്ന് പറഞ്ഞു. അതിൽ പറയൂ, കൂലി കൂടിയത് കൊണ്ടല്ല കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ കൃഷി നഷ്ടത്തിലായത്. കൃഷി നഷ്ടത്തിലായത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി അതിനുള്ള വില കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അത് കൂലി മാത്രമല്ല പ്രശ്നം, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. കൂലി കൂട്ടാതെ സാധാരണക്കാരായ മനുഷ്യന് പണിയെടുക്കാൻ വരുന്നവനും ജീവിക്കണ്ടേ? അവന്റെ വീട്ടിലെ കരി വാങ്ങണ്ടേ? അവന്റെ മക്കളെ പഠിപ്പിക്കണ്ടേ? നമ്മുടെ ഇവിടെ പണിയെടുക്കാൻ വരുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ. നമ്മുടെ നാട്ടിലുള്ളവർ ആരും തൊഴിലെടുക്കുന്നില്ല. അവരെ സംസ്ഥാന തൊഴിലാളികൾ വരുന്നവർ 500 രൂപ കിട്ടില്ലല്ലോ. അവർക്കും കൂലി കൊടുക്കണ്ടേ? അതാ പറഞ്ഞ, അവർക്കും കൂടുതൽ കൊടുക്കണം. അവരുടെ നാട്ടിലെ കിട്ടത്തില്ല, അതിന് ഇങ്ങോട്ട് വരും. അത് തന്നെ, ഈ നാട്ടിൽ കൂലി കുറവായതുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾ ഗൾഫ് നാടുകളിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ പോയി ജീവിക്കുന്നതിന് അവിടെ കൂലി കൂടുതൽ കിട്ടും. അതുകൊണ്ട് അവിടെ പോയി ജീവിക്കുന്നു. അത് സ്വാഭാവികമല്ലേ? അത് ഈ സിസ്റ്റം, ഏത് സിസ്റ്റം മാറ്റണം താങ്കൾ പറയുന്നത്? സിസ്റ്റം പറയൂ. രാഷ്ട്രീയക്കാരല്ലേ ചെയ്തത്? രാഷ്ട്രീയക്കാരൊന്നുമല്ല, താങ്കളെ പോലുള്ളവരുടെ മനോഭാവമാണ് ആദ്യം മാറ്റേണ്ടത്. അവരത്രയും വലിയ പാതകമൊന്നും ചെയ്തിട്ടില്ല. കൂലി കൂടുന്നതാണ് ഈ നാട്ടിലെ പ്രശ്നത്തിന് കാരണമെന്ന് എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? തൊട്ടടുത്ത നാട്ടിൽ കർണാടക നോക്കും, തമിഴ്നാട്. എന്നാൽ താങ്കൾ കർണാടകയിൽ പോയി കൃഷി ചെയ്യൂ, അല്ലാതെ എന്താ പറയാനാ?
ഞാൻ കർണാടകയിലൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. അതാണ് നല്ലത്, അവിടെ പോയി കൃഷി ചെയ്യലാണ് നല്ലത്. ശരി ശരി, ഓക്കെ. ശ്രീരാജൻ, ഈ ചിലർക്ക് ഏറ്റവും വലിയ പ്രശ്നം നാട്ടിൽ കൂലി കൂടിയത് കൊണ്ടാണ്. ഈ ഒരാൾക്ക് 500 രൂപ കൂലി ആയിരുന്നെങ്കിൽ എനിക്ക് ലാഭത്തിൽ കൃഷി ചെയ്യാമായിരുന്നു. അത് സ്വന്തമായി വീട്ടിൽ നിന്ന് ഇറങ്ങി കൃഷി ചെയ്തുകൂടാന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് ഉൽപ്പാദനത്തിനനുസരിച്ചുള്ള വില കിട്ടുന്നില്ല. അത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അല്ലാതെ ഈ കൂലിക്ക് പണിയെടുക്കാൻ വരുന്ന മനുഷ്യനും അവൻ്റെ വീട്ടിലും കുഞ്ഞുങ്ങളും അവൻ്റെ വീട്ടിലും ഒരു കുടുംബവും ഒക്കെ അല്ലേ, അവർക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ അവരും വരുന്നത്. അവർക്ക് ന്യായമായ കൂലി കിട്ടണമെന്നുള്ളത് ആവശ്യമാണ്. ആ ന്യായമായ കൂലി കിട്ടി അതിന് കർഷകനും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലാഭം കർഷകന് കിട്ടുന്ന തരത്തിലേക്ക് ഉൽപ്പന്നങ്ങൾക്ക് വില വരണം. അല്ലാതെ കൂലി കൂട്ടിയതിനെതിരെ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ടാണോ ഇപ്പോൾ ഇനിയിപ്പോൾ വിലയൊക്കെ കൂട്ടിയേക്കാമെന്നുള്ളൊരു മനോഭാവത്തിലേക്ക് ഈ സർക്കാരുകളൊക്കെ മാറുന്നത്? ഈ വില കൂട്ടിയതിനെ കൊണ്ട് കർഷകനിക്ക് ഒരു ഉപകാരം കിട്ടില്ല. അതെല്ലാം മിൽക്ക് കമ്പനിക്കൊക്കെ പോവാ, മിൽക്ക് അവർക്ക് സംഘത്തിനൊക്കെ പോവാ. കാരണം കർഷകനിക്ക് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കർണാടകത്തിൽ നിന്നാണ് മറ്റേ ചോളം കൊണ്ടുവരുന്നത്, കേരളത്തിൽ ചോളം ഉത്പാദിപ്പിക്കുന്നില്ല. അപ്പൊ അതൊക്കെയാണ് കൃഷിക്കാരനിക്ക് നഷ്ടം വരുന്നത്. അപ്പോൾ വില കൂട്ടുന്നതാണ് സാധാരണ കിട്ടില്ല, ഉപകാരം ഉണ്ടാവില്ല. ഈ കൂട്ടിയതിന്റെ ഒരു ലാഭം കർഷകന് യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്? അതായത് കിട്ടാൻ പോലെ ഞാനൊക്കെ പോലെ ഒരു പ്രാവശ്യം പശുവിന് പോയിട്ട് വളർത്തിയതാണ്, ഇപ്പൊ നിർത്തിക്കളഞ്ഞ് നഷ്ടത്താ. ശരി, ഓക്കെ. താങ്കളുടെ ഇത് വളരെ വ്യക്തമാണ് ശ്രീ സൂപ്പി പറയുന്നത്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ പെട്രോളിനും ഡീസലിനും അടക്കം വില കൂടാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. എന്തായാലും ഉടനെ തന്നെ ആ വില വർധന വരുമെന്ന് പറയുന്നു. പാചകവാത സിലിണ്ടറിൻ്റെ വില, വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂടിക്കഴിഞ്ഞു. ഇനി ഗാർഹിക സിലിണ്ടറിൻ്റെ വിലയും കൂടും എന്ന് പറയുന്നു. ആ കൂടി വിലക്കയറ്റത്തിലേക്കാണോ നമ്മുടെ നാട് പോകുന്നത്? നമസ്കാരമുണ്ട് കിരൺ സാറേ. നമസ്കാരമുണ്ട്. പിന്നെ ആ തിരുവല്ലക്കാരൻ പറഞ്ഞത് വളരെ മോശമായിട്ട് ഈ തൊഴിലാളികളെ പറ്റ മോശമാക്കിയാ പറഞ്ഞത്. ഞാൻ അത് പോട്ടെ. പിന്നെ അതിനാണ് ഇന്നലെ തൊഴിലാളികൾക്ക് വേണ്ടി മെയ് 1 തൊഴിലാളികളെ ദിനം എന്ന് പറഞ്ഞത് തൊഴിലാളികൾ കുറെ മരണപ്പെട്ടിന് ഉണ്ടാക്കിയത്. അതൊന്നും അയാൾക്ക് അറിയില്ല. അത് പോട്ടെ. പിന്നെ ഇപ്പൊ ഇവിടെ ആദ്യമായിട്ട് ചെയ്യേണ്ട കേരള ഗവൺമെന്റ് പാലിന് വില ഇട്ടുണ്ട്, അത് നിർത്തൽ ചെയ്യണം. അത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്. ആ 5 രൂപ വരെ കൂട്ടാനാണ് ഓരോ ഉദ്ദേശം. അത് ഉടനെ നിർത്തണം. പിന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് പറയാല്ലേ, ഇവിടെ അടുക്കള പോയപ്പോ ഹോട്ടലുകാരെല്ലാം സമരം ചെയ്യാണ്. അത് ഈ ചാനലിൽ കണ്ടു. പിന്നെ അവർ ഒന്നാഴ്ച ഇറങ്ങിയേക്കഞ്ഞ് ഹോട്ടൽ തുറക്കണില്ല. അപ്പോ വല്ല ഒരാളും വല്ല ജോലിയിലും ഒക്കെ പോയ ആൾക്കാർ അവിടുന്ന് തിന്നതൊക്കെ ഇല്ലാതായിപ്പോ. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉടനെ ഈ ഗ്യാസിന്റെ വില കുറക്കണം, കയറ്റി കുറക്കണം. ഗ്യാസ് ഇഷ്ടം പോലെ കിട്ടണം. അതേമാതിരി പിന്നെ ഇന്ധനം ഈ വാതിന് വില കൂട്ടുകയാണ് കാരണം അതും കേന്ദ്ര ഗവൺമെന്റ് കുറക്കണം. ഇത് എല്ലാം കുറച്ചിട്ട് ഇവിടുന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടതാണ്. അപ്പൊ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് അതാ. കേരള സർക്കാരാണ് മിൽമന്റെ ആള്. അത് അവര് പെട്ടെന്നത് വേണ്ട നിൽക്കണം. കാരണം ഈ കൂട്ടത്തിൽ അതും കൂടി പണ്ടാറെടുക്കണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും പെട്ടെന്ന് പാലിന്റെയും വില കുറക്കണം, ഇന്ധനത്തിന്റെ വില കുറക്കണം, ഗ്യാസിന്റെ വില കുറക്കണം, ആകെ വില കുറക്കണം. ഇന്നലെ ഇവിടെ നന്നാവുള്ളൂ. അതല്ലെങ്കിൽ ഇവിടെ വലിയ മറ്റായ തൊഴിലാളികൾ വിപ്ലവം അതിലേറെ മെയ് 1 ഉണ്ടാക്കേണ്ടി വരും. അതാ ഇവിടുത്തെ വലിയ പ്രശ്നം. ഇപ്പൊ തൊഴിലാളി ദിനം ഒന്നും ശ്രീ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, ഇനിയിപ്പോൾ എല്ലാത്തിൻ്റെയും വില കൂട്ടാൻ പോവുകയാണ്. പാചകവാതകത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞു, വൈദ്യുതിയുടെ വില കൂടാൻ പോകുന്നു, പാലിൻ്റെ വില കൂടാൻ പോകുന്നു. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ബസ് ചാർജും ഓട്ടോ ചാർജ് അടക്കം എല്ലാ ചാർജുകളും കൂടും. സാധനങ്ങളുടെ വില, ഡീസൽ വില കൂടിക്കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില പിന്നെ കൂടാൻ താമസം ഒട്ടും വേണ്ട. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടെ ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട എന്നാണോ നമ്മുടെ അധികാരികളൊക്കെ കാണുന്നത്? കിരൺ സാർ, പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്നാണ് നമുക്ക് വില വർധനവ് കൂടിയത്. ആദ്യമായിട്ടെന്ന് വെച്ചാൽ ഗാർഹികമായിട്ടുള്ള ഗ്യാസിന് വില കൂടിയിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ യുദ്ധമാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല, ഇനി അത് തുടരും. ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സർക്കാർ ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ഗ്യാസ്, പെട്രോൾ, ഡീസൽ ഇതിന് കിട്ടുന്ന GST കേന്ദ്ര സംസ്ഥാന
ജനങ്ങൾക്ക് കിട്ടുന്ന GST ഒന്ന് ഒഴിവാക്കി യുദ്ധം ഒന്ന് അവസാനിച്ച് നോർമൽ സ്റ്റേജിലേക്ക് ആകുന്നത് വരെ ഈ 2 സ്റ്റേജ് ഒന്ന് മാറ്റിയിട്ട് അത് ജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. പിന്നെ സാറ് പറഞ്ഞു പാലിന്റെയും കറണ്ടിന്റെയും കാര്യം, ഇത് രണ്ടും സ്റ്റേറ്റിനെ ആശ്രയിച്ചുള്ള കാര്യമാണ് സാർ. ഇതിപ്പോ എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GST എന്ന് പറയുന്ന ഒരു വലിയ തുക പോകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്കൊന്ന് വീതിച്ചു കൊടുക്കുന്ന രീതിയിൽ, അതായത് GST ഒഴിവാക്കി കഴിഞ്ഞാൽ യുദ്ധം ഒന്ന് അവസാനിക്കുന്നത് വരെ ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാം എന്നാണ് സാർ എന്റെ അഭിപ്രായം. ഈ പെട്രോൾ ഡീസലിന് GST അല്ല, പെട്രോൾ ഡീസലിന് നികുതി വേറെ രീതിയിലാണ് കണക്കാക്കുന്നത്. അല്ല സാർ, GST ഉണ്ട്. അതെ ശരിയാണ് സാർ പറയുന്നത്. അതിന് മറ്റൊരു പേരിലൂടെ ആയാലും ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അല്ല അതുണ്ട്. ഞാൻ അതാണ് സാർ, ഞാൻ GST എന്ന് പറഞ്ഞത് മാത്രമേ എന്താണ് ഒരു ഫുഡ് ഫാം എനിക്ക് അറിഞ്ഞു. വലിയ തുകയുമാണ്. ആകെ പെട്രോളിന്റെ വിലയേക്കാൾ വിലയോടൊപ്പം അതിനേക്കാൾ മുകളിലൊക്കെയാണ് അത്തരം നികുതികൾ പൂർണ്ണമായിട്ട് സർക്കാരുകൾക്ക് ഒഴിവാക്കാൻ പറ്റൂല സാർ. എങ്കിലും പകുതിയെങ്കിലും ഒഴിവാക്കിയിട്ട് ജനങ്ങളെ എന്താണെന്ന് വെച്ചാൽ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്കുള്ളത് സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രദീപ് കുമാറാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനിയിപ്പോൾ വില കൂട്ടിയാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത് എന്നുള്ള ഒരു മനോഭാവത്തിലാണോ നമ്മുടെ സർക്കാരുകളൊക്കെ? നമസ്കാരം സാർ. അതായത് തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇപ്പോൾ കാത്തിരിക്കുകയായിരുന്നു. കാരണം യുദ്ധം തന്നെയാണ് കാരണം. പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടി കഴിഞ്ഞാൽ എ മുതൽ സെഡ് വരെ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. വില കൂടുന്നല്ല, ഇത് ഇപ്പൊ നമ്മുടെ ഉപഭോക്തൃ സംസ്ഥാനമാണല്ലോ, എല്ലാം പുറത്തുനിന്നാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും വില കൂടും. ഇനിയിപ്പോ കേന്ദ്ര സർക്കാർ വിചാരിക്കണം, കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ആശ്വാസം തരികയാണെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു 300-400 രൂപയ്ക്കൊക്കെ പണിയെടുക്കുന്ന സഹോദരിമാരെ എങ്ങനെ ജീവിക്കും? ഇത് മനസ്സിലാവുന്നില്ല. അവരെ കുടുംബത്തിന് ബഡ്ജറ്റ് ആകെ താളം തെറ്റും. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ താങ്കൾ. അതാണ് പ്രശ്നം സാർ, വളരെ ഗുരുതരമാണ്. പൈസയുടെ മൂല്യം കുറയും, അത് വേറെ കാര്യം. എത്ര പൈസ കിട്ടിയാലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം യുദ്ധം തന്നെയാണ് മെയിൻ കാരണം. പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയാൽ A to Z എല്ലാ സാധനങ്ങൾക്കും വില കൂടും, ഉറപ്പാണ്. ഇവിടെ തന്നെ ചായക്ക് 12 രൂപ ഉണ്ടായിരുന്നപ്പോ 15 രൂപയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം സാർ. ഹോട്ടൽ ഉൽപ്പന്നങ്ങൾക്ക് വില കംപ്ലീറ്റ് കൂടി. ഇനിയിപ്പോ അവർ അടച്ചിടാൻ പോകുന്നു, അവര് പണിമുടക്കുന്നു, എന്തൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. ഹലോ സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ പ്രദീപ് കുമാർ. നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. പ്രേമനാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ പ്രേമൻ, ചെന്നൈയിലെ അവസ്ഥയും കേരളത്തിലെ അവസ്ഥയിൽ നിന്ന് കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പാലിൻ്റെ വില മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ചെന്നൈക്കാരെ ചിലപ്പോൾ ബാധിക്കാത്ത. അവിടെ വില കൂട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ധനവില കേരളവും തമിഴ്നാടും തമ്മിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? കേരളത്തിലായാലും തമിഴ്നാട്ടിലുള്ള ഇന്ത്യയിൽ ഒട്ടുക്കും പിന്നെ ഗ്യാസിന്റെ വില വർധന ഉണ്ടാവില്ല. അതിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലും പിന്നെ പാലിന്റെ വില കേരളത്തിൽ മിൽമയെ കൂട്ടിയതുകൊണ്ട് തമിഴ്നാട്ടിൽ കൂട്ടില്ലേ, ചിലപ്പോൾ അത് കൂടില്ലായിരിക്കും. അത് മാത്രമേ പാല് കൂട്ടാൻ പോവുകയാണ്. ഇപ്പൊ കൂട്ടിയില്ല, കൂട്ടാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. കൂട്ടാൻ പോവുകയാണ്. എല്ലാ മേഖലയും, വ്യവസായ മേഖല, ടോട്ടൽ വ്യവസായം തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ടീക്കടയായാലും ശരി, ഹോട്ടലായാലും ശരി, എല്ലാ മേഖലയിലും 10 രൂപന്റെ പിന്നെ പലഹാരങ്ങൾ ഇപ്പം 15 രൂപ. ഇപ്പൊ ഇന്നലെല്ലാം പൊറോട്ട 20 രൂപന്റെ പൊറോട്ട 25 രൂപ. അങ്ങനെ വില കൂട്ടി ഇപ്പം തന്നെ വിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അത്ര എല്ലാ മേഖലയിലും ഇത് ഇത് പച്ചക്കറി സാധനങ്ങളായാലും ശരി, എല്ലാ മേഖല ഇപ്പം പെട്രോൾ ഡീസൽ വില വർദ്ധിക്കാൻ പോവാന്ന്. അപ്പൊ ഇതിന്റെ എതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ ഒന്നടങ്കം ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടായാലും മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു പിന്നെ വില കുറക്കുന്നത്, ഗ്യാസിന് വില കുറക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു ആലോചന ഉണ്ടാവൂ എന്നാണ് തോന്നുന്നത്. പിന്നെ ഇത് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ആരും ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. അഡ്വാൻസ് ആയിട്ട് ആദ്യം പുകയില ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിന്. പുകയില ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പൊ ചില സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ 10 രൂപന്റെ സിഗരറ്റ് 20 രൂപ, അത്തരത്തിൽ 200 രൂപന്റെ സിഗരറ്റ് 390 രൂപ, അങ്ങനെ ഉയർത്തിക്കൊണ്ട് ഒരു ജനങ്ങളിൽ അന്നേരം ഒരു പ്രതിഷേധം ഉണ്ടായില്ലേ. പുകയില ഉൽപ്പന്നങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് അതിന് പ്രതിഷേധം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ജനങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടാവില്ല എന്ന് തോന്നൽ ഇവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് ചെയ്താലും ജനങ്ങൾ അങ്ങനെ പ്രതിഷേധിക്കുന്നത് തൽക്കാലം ഒരു പ്രതിഷേധം ഉണ്ടാവുന്നില്ലാതെ കണ്ട് അങ്ങനെ പ്രതിഷേധം ഉണ്ടാകാൻ തോന്നൽ അവർക്ക് ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഗണ്യമായ വില വർധനവ്. 900 രൂപ എന്നെല്ലാം പറയുമ്പോൾ എങ്ങനെ സഹിക്കാൻ പറ്റുക? ഹോട്ടല്, മറ്റുള്ള ടീക്കട, അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസം തന്നെയാണ്. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷത്തിലേക്കാണ് എല്ലാ മേഖലയും. ഇപ്പൊ പെട്രോൾ ഡീസലിന് വില കൂടെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ദിനേശനാണ്, കൊയിലാണ്ടിയിൽ നിന്നാണ്. ശ്രീ ദിനേശൻ, താങ്കൾക്ക് എന്താ പറയാനുള്ളത്? സാറേ, ഇത് പശ്ചിമേഷ്യ യുദ്ധം നടക്കുന്നതുകൊണ്ട് അതൊരു സമവായത്തിൽ എത്തിയല്ലാണ്ട് ഇതിനൊന്നും വില കുറക്കാൻ കഴിയില്ലല്ലോ. അത് ശരിയാണ്. പശ്ചിമേഷ്യ യുദ്ധം നടന്നുകൊണ്ട് ഇപ്പോൾ $120-110 നിൽക്കുകയായിരുന്നു.
അത് 100-ൽ താഴെ നിന്ന ഡോളറാണ്. $110 ക്രൂഡ് ഓയിലിന്റെ വില വന്നു. ഇപ്പോൾ 126 വരെ റെക്കോർഡ് വില വരെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. അന്നന്ന് കിട്ടിയിട്ട് ജീവിക്കുന്ന സാധാരണക്കാരാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ, താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ. അന്നന്ന് കിട്ടിയിട്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, 500, 600, 350 ഒക്കെ കിട്ടുന്നേ, അവർക്ക് അത് കൂടുതൽ ബാധിക്കാം. അതെ, താങ്കളുടെ അഭിപ്രായങ്ങളുടെ വ്യക്തമാണ്. ശ്രീ ദിനേശനാണ് കൊയിലാണ്ടിയിൽ നിന്ന് സംസാരിച്ചത്. ശ്രീ രാധാകൃഷ്ണനാണ് വൈറ്റിലയിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഏത് പശ്ചിമേഷ്യ യുദ്ധം വന്നാലും മറ്റേ ക്രൂഡ് ഓയിലിന് വില കൂടിയാലും ഒന്നും ഈ വോട്ടെടുപ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വില കൂടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമായിരുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇനി വില കൂട്ടും എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ ജനങ്ങളെ ആവശ്യം അതിന് മാത്രം ഉള്ളല്ല, വോട്ട് ചെയ്യാനല്ലേ ജനങ്ങളുടെ ആവശ്യമുള്ളൂ. പിന്നെ വിലക്കയറ്റം എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഇതിനകത്ത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണമൊന്നും അല്ല ആരും കാഴ്ചവെക്കുന്നത്. എത്ര വിലയായാലും കുഴപ്പമില്ല, ജനങ്ങളുടെ വില അടിച്ചേൽപ്പിക്കാല്ല. ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ വില കയറും. ഇപ്പൊ ഇതേ പാലിന്റെ വില കൂട്ടാൻ തോന്നും. അടുത്തതില് പാലൊക്കെ ഇത്രയും അധികമായിട്ട് കൂട്ടുമ്പോൾ അതല്ലേ എല്ലാം വിലക്കേറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ജനങ്ങൾ നിൽക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിലാണ്. ആ സമയത്താണ് പിന്നെയും വീണ്ടും വിലക്കയറ്റങ്ങൾ. ഇത് തടയാനോ അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. കാരണം A to Z സാധനങ്ങള് ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ വിലക്കയറ്റമാണ്. ഇനിയിപ്പോ പെട്രോളിനൊക്കെ നല്ലതായിട്ട് വില കയറും. പെട്രോള്, ഡീസല് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില. ഇപ്പൊ ഹോട്ടലിൽ ഇപ്പൊ ഒരു ചായ തന്നെ ഇപ്പൊ തന്നെ മാക്സിമം 15 രൂപയൊക്കെ മേടിക്കുന്ന ഓരോ സ്ഥലത്ത്. അപ്പൊ ഇതിപ്പോ കൂടി വരും. ഇനി 20 രൂപ ആയിരിക്കും ചായക്ക്. മിനിമം 20 രൂപ ഒരു ചായ കുടിക്കണമെങ്കിൽ 20 രൂപ, 2 ചായ കുടിക്കണമെങ്കിൽ 40 രൂപ പോക്കറ്റിൽ വേണം. അതുപോലെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അത് നടക്കണ കാര്യമില്ല ഇപ്പൊ. കാരണം ഒരാളുടെ ജീവിതത്തിന്റെ കംപ്ലീറ്റ് താളം തെറ്റും. ആ രീതിയിലുള്ള വിലക്കയറ്റമാണ്, രൂക്ഷമാണ്. ഇനി റിസൾട്ടും കൂടി വരട്ടെ. അപ്പൊ പിന്നെ ഭരണമൊക്കെ എല്ലാവരും ഉറപ്പിച്ചില്ലേ, ഇനി ജനങ്ങളുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇനി 5 വർഷം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ കുറക്കാതെ കൊണ്ട് വലിയൊരു വാഗ്ദാനമൊക്കെ ഇട്ട് ജനങ്ങളുടെ മുമ്പിൽ വരും. അപ്പൊ ജനങ്ങളത് ഇത് അപ്പൊ ഈ പറഞ്ഞ പോലെ ആളുകളൊക്കെ വളരെ ദുരിതത്തിലായിരിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നണം. വിലക്കയറ്റം രൂക്ഷമായിട്ട് പോകും. അതാണ് എന്റെ ഒരു ഇതിനകത്ത്. കാരണം ജനങ്ങൾ കുറെ ഇത് ചെയ്യാനുണ്ട്. കാരണം ഈ രാഷ്ട്രീയക്കാരൊക്കെ വിശ്വസിച്ച് പോകുമ്പോ, വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് അതിന്റെ പുറകെയൊക്കെ പോകുമ്പോ വളരെ ബുദ്ധിമുട്ടുകളാണ്. ഇനിയിപ്പോ എല്ലായിടത്തും ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും അറിയാം നമുക്ക്. ടാക്സ്, കറണ്ട്, വെള്ളം എല്ലാത്തിനും. പണ്ട് വെള്ളം കുപ്പി കൊടുക്കുമ്പോൾ നമ്മൾ കളിയാക്കുമായിരുന്നു ആൾക്കാർ മേടിക്കുമ്പോ. ഇപ്പൊ നമ്മുടെ നാട്ടിലും വെള്ളത്തിന് കുപ്പിയിലല്ലേ വിൽക്കണത്. എത്ര രൂപയാണ് വെള്ളം കുടിക്കണമെങ്കിൽ തന്നെ? 20 രൂപയ്ക്കാണ് ഒരു കുപ്പി വെള്ളം എടുക്കണമെങ്കിൽ. അപ്പൊ അത്രം ഇതായില്ലേ. ഇനി ഇതിനൊക്കെ നമ്മൾ കണക്ക് പറയേണ്ട വരും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അത് പറഞ്ഞത് ഒരു കൗതുകരമാണ്. ഒരു 20 വർഷം മുമ്പൊക്കെ അല്ലെങ്കിൽ 25 വർഷം മുമ്പ് കുപ്പിയിൽ ആളുകൾ വെള്ളം വാങ്ങി കുടിക്കും എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കൊരു കൗതുകമൊക്കെ ആയിരുന്നു. കുപ്പി വെള്ളം വാങ്ങി കുടിക്കാനോ, അങ്ങനെയൊക്കെ നടക്കുമോ? വെള്ളം, പച്ചവെള്ളം കുപ്പിയിൽ അടച്ചു വെച്ചാൽ ആരെങ്കിലും വാങ്ങുമോ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അത്തരം സംശയങ്ങളൊക്കെ ഇപ്പോൾ മാറി. എന്തായാലും ശ്രീ നാരായണനാണ്, ശ്രീകണ്ഠാപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ നാരായണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടെ ഇനിയിപ്പോ കാരണങ്ങൾ എന്തായാലും എല്ലാ കാലത്തും പല പല കാരണമുണ്ട്. ഇപ്പോഴും പശ്ചിമേഷ്യൻ യുദ്ധം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അപ്പോൾ വിലക്കയറ്റത്തിലേക്കാണോ നമ്മൾ നീങ്ങുന്നത്? എന്റെ പൊന്നുപോലത്തെ സാറേ, ഇത് ഈ വ്യവസ്ഥിതി പറഞ്ഞോളൂ. ഈ വ്യവസ്ഥിതി മാറാതെടുത്തോളം കാലം ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും സാറേ. ഭരണാധികാരികൾ മാറുന്നല്ലാണ്ട് വ്യവസ്ഥിതി മാറിയിട്ടില്ല. അപ്പോ ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് പിന്നെ പറയാനുള്ളത്. ഇതുവരെ ഒരു പ്രശ്നമില്ലല്ലോ. എന്നിട്ടും എല്ലാം കണക്കന്നെ എന്ന് പറഞ്ഞില്ലേ. ഞാൻ ജനങ്ങളോട് പറയുന്നത്, നിങ്ങള് പിന്നെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, പള്ളിച്ചട്ടമ്പീന്നില്ലേ. അതാ ആ വിമോചന സമരത്തിന്റെ കാലത്തുണ്ടായിരുന്ന ആ വിമോചന സമരത്ത് ആ ഫാദറെ പള്ളിയും കാര്യങ്ങളൊക്കെ അത് ലൈന് മാറ്റി ആ പടം. അത് പോട്ടെ, അവസാനം നടന്ന ഞാൻ ആ സിനിമ കണ്ടതല്ല. എനിക്ക് അതിന്റെ നിങ്ങൾ കാണണം. അന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെ ഭരണമായതുകൊണ്ട് എന്തെങ്കിലും ആട്ടെ, നമുക്ക് തൽക്കാലം അതല്ല വിഷയം. എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു വിഷയത്തിൽ താങ്കൾ ചർച്ച നടത്തി പറഞ്ഞതുകൊണ്ട് അതിൽ തെറ്റ് ശരിയൊന്നും എനിക്കറിയില്ല. അത് വിട്ടേ, താങ്കൾ ഇതിനെ കുറിച്ച് പറയും. ഇതിനെപ്പറ്റി ഞാൻ പറയുന്നത്, ഏത് ഭരണം വന്നാലും ഇവര് ഈ പിന്നെ BJP ഗവൺമെന്റ് ആയതുകൊണ്ട് ഇത് കൂട്ടാണ്ട് കഴിയില്ല. അവർക്ക് പൈസ ഉണ്ടാക്കണ്ടേ? എത്ര പൈസ ചെലവിട്ടത് തെരഞ്ഞെടുപ്പിൽ അറിയില്ലേ? ഓരോരുത്തർക്ക് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് കിട്ടി 5 കൊല്ലത്തേക്ക്. അതല്ലേ സംഗതി നടന്നത്. അതൊന്നും ആരും പ്രശ്നമാക്കുന്നില്ലല്ലോ.
ഒരു 5000 2000 കിട്ടിക്കഴിഞ്ഞാൽ വോട്ട് മാറി കുത്തുന്നു, വീണ്ടും അനുഭവിക്കുന്ന ജനങ്ങൾ അത് അനുഭവിച്ചോളുക. ഒരാൾ മാത്രമല്ല, പണ്ട് ഉപ്പുന്ന ഒരാൾ മാത്രമേ കുടിക്കണ്ടു, പണ്ട് ഇപ്പൊ എല്ലാ നാട്ടിലും എല്ലാവരും കുടിക്കേണ്ടി വരും ഉപ്പുന്ന. അതൊക്കെ തന്നെയാണ് എന്റെ അഭിപ്രായം. ശ്രീ പ്രസന്നനാണ്, മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇനിയിപ്പോൾ ഒരു വിലക്കയറ്റത്തിന്റെ കാലമാണോ വരാൻ പോകുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഈ വിലക്കയറ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു വലിയ വിഷയം തന്നെയാണ്. സാമ്പത്തികമായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അതായത് എന്റെ അഭിപ്രായത്തില് ഒരു സർക്കാർ ജനാധിപത്യം ആയിക്കോട്ടെ, ഏകാധിപത്യം ആയിക്കോട്ടെ, പട്ടാള ഭരണം ആയിക്കോട്ടെ, എന്ത് ഭരണമായാലും ഈ ഭരിക്കുന്ന സർക്കാരുകളുടെ ധൂർത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അനാവശ്യമായ ധൂർത്തുകൾ. ഈ മന്ത്രിമാര് അതുപോലുള്ള ആളുകൾ താരാപ്പേര ഇങ്ങനെ നടക്കണം ഈ വണ്ടിയും സന്നാഹങ്ങളുമായിട്ട്. അതിന് തന്നെ എത്ര രൂപ ചെലവ്? ഒരു സർക്കാർ വാഗ്ദാനങ്ങൾ നടത്തി അത് പാലിക്കുമ്പോൾ ഇപ്പൊ 2000 ഉള്ളത് 3000 വെച്ച് കൊടുക്കുന്ന പറയുമ്പോൾ ചെലവാണ് വരണത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇൻകം വരേണ്ട ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഇൻകം വരാനായിട്ട് നികുതി ചുമത്താതെ തന്നെ ആവശ്യത്തിന് നികുതി വേണ്ടി വരും, എനിക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ദൂർത്ത് ഒരു ദിവസം സർക്കാർ ഇന്ന സർക്കാർ എന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ, ഇന്ന കക്ഷിയല്ല, ഒരു സർക്കാർ സംവിധാനം നമ്മുടെ നാട്ടിൽ ചെലവാക്കുന്ന ദൂർത്തിന്റെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ആ ദൂർത്ത് നിയന്ത്രിച്ചാൽ തന്നെ വലിയൊരു ശതമാനം. നമ്മളിപ്പോ മന്ത്രിമാരെ തെരഞ്ഞെടുത്ത് മന്ത്രിമാര് ഭരണം, അവര് സീറ്റിലിരുന്ന് ഭരിക്കണം, പേപ്പർ ഫയലുകൾ നോക്കി ഭരിക്കണം. അവിടെ ചുരുങ്ങിയ പക്ഷം എന്റെ അഭിപ്രായത്തിൽ പുതിയ സർക്കാർ ഏത് കക്ഷിയുടെ വന്നാലും ആ മാസത്തിൽ 3 ആഴ്ചയെങ്കിലും സീറ്റിരുന്ന് വർക്ക് ചെയ്യണം. രാവിലെ സ്റ്റാഫ് വരുന്ന സമയത്ത് തന്നെ മന്ത്രിമാരും വരണം. നമ്മൾ ഈ മന്ത്രിമാർക്ക് ഈ ശമ്പളം കൊടുക്കുന്നു, അവരുടെ വീട്ടിലും നടത്തുന്നു, എല്ലാ ചെലവുകളും നമ്മൾ സംസ്ഥാനം നടത്തണേ. അവർ സീറ്റിലിരുന്ന് ജോലി ചെയ്യണം. വൈകിട്ട് 5 മണിക്ക് സ്റ്റാഫിനെ വിടുന്നു, അപ്പോഴേ പുറത്തു പോവാവൂ. ഇവർക്ക് ഈ സ്വാതന്ത്ര്യം, അമിത സ്വാതന്ത്ര്യം, ഈ താരപ്പേര ഈ പോലീസും സന്നാഹമായിട്ട് നടക്കുന്നതിനെ ജനാധിപത്യം എന്ന് വിളിക്കാൻ എനിക്ക് പറ്റില്ല. അതൊരു മോശം ഏർപ്പാടാ. പല ഏകാധിപത്യ രാജ്യങ്ങളിലും ഇങ്ങനെയൊന്നുമല്ല. അവര് രാവിലെ സ്റ്റാഫ് വരുന്ന പോലെ മന്ത്രിമാരും വരും, സ്റ്റാഫ് പോകുന്ന പോലെ മന്ത്രിമാരും പോകും. ഇനി അത്യാവശ്യം വേണം അവരുടെ മണ്ഡലങ്ങളിലൊക്കെ പോകണം, അത് ആഴ്ചയിൽ ഒരു കൃത്യമായ ഒരു ദിവസം വെക്കണം. നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി ആര് വന്നാലും മാസത്തിൽ 20 ദിവസം സംസ്ഥാന ഓഫീസിൽ ഉണ്ടാവണം എന്നൊരു നിഷ്ഠ വെക്കണം. ഇവരുടെ സന്നാഹങ്ങള്, പോലീസ് സന്നാഹങ്ങള്, പോലീസിന് നമുക്ക് ആവശ്യം കിട്ടില്ല. ഈ മന്ത്രിമാർക്ക് ഈ വഴിയൊരുക്കാനാണ് പോലീസ് സംവിധാനം കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന്റെ പേര് ജനാധിപത്യം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, എന്തായാലും പറ്റില്ല. ശരി, ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? നമസ്കാരം കിരൺജി. നമസ്കാരം. ഇത് അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് യുദ്ധ കാരണമൊക്കെ തന്നെയാണ്. അത് ഗ്യാസ് വില വർധനവിനൊക്കെ ശരിക്കും എന്താ പറയണ്ടേ, മറ്റേ കഴിഞ്ഞ നിങ്ങളുടെയൊക്കെ മീഡിയയിലൊക്കെ വാർത്തകൾ വന്നിരുന്ന ഇനി 3-4 മാസത്തേക്ക് തന്നെ യുദ്ധം തുടർന്നു പോയാലും ഇവിടെ ഗ്യാസിന്റെ വില കൂട്ടേണ്ട ആവശ്യകതയില്ല, ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഓൺ ദ സ്പോട്ടിൽ, അതും ചില്ലറ തുകയല്ല, 1000 രൂപ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ഒരു മേഖല പ്രതിസന്ധിയിലാകുകയാണ്. അതായത് ഹോട്ടൽ മേഖല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാകെ ആളം പറഞ്ഞു അത് വില വർദ്ധനവ്, അത് ഇത്. ഇനിയിപ്പോ അവര് എന്താ സമരം ചെയ്യാൻ പോവുകയാണ്. സമരം ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഈ ഒരു മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, തൊഴിലാളികളുണ്ട്. അവർക്കൊന്നും തൊഴിലില്ലാത്ത ഒരു അവസ്ഥ വരും, ഒരു അരക്ഷിതാവസ്ഥ വരും. അത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഇതിനെ ഒരു ശൃംഖലയായിട്ട് മാറും. അത് വലിയൊരു പ്രതിസന്ധിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവിടെ മിൽമ പാലിന് വില കൂടുക എന്ന് പറഞ്ഞാല് ഇതൊക്കെ സർക്കാരുകൾ ഇപ്പൊ കഴിഞ്ഞ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ പല ഇതിനു മുമ്പ് ഇതേപോലെ പട്ടിണി മരണം പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പട്ടിണി മരണം ഉണ്ടായിട്ടുണ്ട്. ഖജനാവിൽ ഒരു കാശില്ലാത്തൊരവസ്ഥയിലൊക്കെ പണ്ട് AK ആന്റണി സർക്കാർ വന്ന് ഡാസ്നോ നാസ്മ എന്നെല്ലാം പറഞ്ഞൊരു പദ്ധതിയൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് പിടിച്ചു നിന്ന പോലെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാത്ത ഒരു അവസ്ഥയിൽ ഇതിനൊരു പരിഹാര മാർഗം കണ്ടേ മതിയാവും. അല്ലാതെ യുദ്ധം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പരിഹാരം കാണാന്ന് പറയുന്നതല്ല ഭരണ സംവിധാനം. ശരി, ശ്രീ ഉമേഷ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. വില കയറ്റാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ആ കാരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ ജീവിതം എങ്ങനെ ആണ് മുന്നോട്ട് പോകേണ്ടത് എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് പരിഹാരം കാണുകയാണ് സർക്കാരുകൾ ചെയ്യേണ്ടത്. അല്ലാതെ കാരണം വന്നു അതുകൊണ്ട് നേരെ അങ്ങ് വില കയറ്റുക എന്നുള്ളതല്ല. അതിന് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്തമാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്കുള്ളത്. ശ്രീ ശരത്താണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശരത്ത്,
താങ്കൾ എങ്ങനെയാണ് ഈ വരാൻ പോകുന്ന വലിയ വിലക്കയറ്റ കാലത്തെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ വരാൻ പോകുന്ന പറഞ്ഞാൽ ഇപ്പൊ ഈ അടുത്ത സമയത്ത് തന്നെ നമ്മൾ ഈ മാസാവസാനം ആകുമ്പോഴാണ് ബാലരാമപുരത്ത് പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്റ്റോറിൽ നിന്നോ സാധനങ്ങളെല്ലാം ഒരുമിച്ച് വാങ്ങിക്കുന്നത്. പക്ഷെ നമ്മൾ പോയി പല സാധനങ്ങളും എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വില നോക്കുമ്പം വില കണ്ട് നമ്മൾ ഞെട്ടും. പിന്നെ അവസാനം പല സാധനങ്ങളും അതിൽ നിന്ന് എടുത്തു മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ബജറ്റിൽ സാധനങ്ങളുടെ വിലയോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോ കാര്യങ്ങൾ നടക്കുന്നില്ല. പാലിന് വില കൂട്ടുന്നുണ്ട്, പത്രത്തിന് വില കൂട്ടുന്നുണ്ട്, ഇനി കറണ്ടിന് വില കൂട്ടുന്നുണ്ട്, ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് ഗ്യാസിന് വില കൂട്ടുന്നുണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോ പിന്നെ ഗവൺമെന്റ് KSRTC ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മുമ്പ് കൃത്യസമയത്ത് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ അവരുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കുമായിരുന്നു? അതേപോലെ തന്നെ മറ്റുള്ള തൊഴിൽ നടത്തുന്ന സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാലും ശമ്പളം മുഴുവൻ ശമ്പളം കിട്ടാതെ കുറച്ച് ശമ്പളം പിടിച്ചു വെച്ചിട്ട് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഈ രീതിയിൽ വിലക്കയറ്റം ഇങ്ങനെ പോയിക്കൊണ്ടു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ഒരാളുടെ കുടുംബം എങ്ങനെ കഴിയും? ഒരു ദിവസം എത്ര രൂപ കൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഒരു സാധാരണപ്പെട്ട ഒരാൾ ജോലി ചെയ്ത് അവർക്ക് മാസം കിട്ടുന്ന ശമ്പളം കൊണ്ടല്ലേ സാധനം വാങ്ങിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് കടബാധ്യത വരുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ആത്മഹത്യ കൂടുന്നത്? ഈ കാരണമാണ്. ഇവിടെ ജീവിക്കാൻ മാർഗമില്ലാതെ വരുന്നു, കിട്ടുന്ന പൈസ തികയാതെ വരുന്നു. അപ്പം കടം എടുക്കേണ്ടി വരുന്നു. കടം എടുക്കുമ്പോൾ പിന്നെ അത് നഷ്ടം വന്നു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്നു. ഇതിപ്പോ കോൺഗ്രസ് ഇവിടെ വന്ന് ഭരിച്ചാലും അല്ലെങ്കിൽ ഇനി കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ഇനി അതല്ല ഇനി BJP ഒന്ന് ഭരിച്ചാലും സാധനങ്ങളുടെ വില കയറ്റുകയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉള്ള നയങ്ങൾ ജനങ്ങളുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഇതിനിടയ്ക്ക് ചിലർ വന്ന് നമസ്കാരമൊക്കെ പറയുന്നു. എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഇലക്ട്രൽ ബോണ്ട് ക്യാൻ റെസിസ്റ്റ് പ്രൈസ് ഹൈക്ക് എന്ന് പറയുന്നു. ഷിജു കിരിയത്താണ് പറയുന്നത്. എന്തായാലും വില കൂട്ടാത്തായ ഒന്നേ ഉള്ളൂ, അത് പൊതുവേദി എന്നാണ് കൃഷ്ണദാസ് പറയുന്നത്. അതിന് ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്നറിയില്ല. നല്ല അർത്ഥത്തിലാകിൽ എന്തായാലും കൃഷ്ണദാസിൻ്റെ വാക്കുകൾക്ക് നന്ദി. അതോടൊപ്പം തന്നെ വിളിക്കുന്നവർക്ക് പാലും വൈദ്യുതിയും വിഷയമല്ല, ഇന്ധനം മാത്രം പ്രശ്നം, അരിയും തേങ്ങയും ഒന്നും പ്രശ്നമല്ല. അത് സുനിൽകുമാറിന് ഇന്ധനം കേൾക്കുമ്പോൾ ചില ബുദ്ധിമുട്ട് തോന്നുന്നതുകൊണ്ടാണ്. ഇന്ധനമാണ് ഏറ്റവും പ്രധാനം, പാലും അരിയും തേങ്ങയും ഒന്നും അല്ല പ്രധാനം. ഇന്ധനത്തിന് വില കൂടിയാൽ പാലിനും അരിക്കും തേങ്ങയ്ക്കും മാത്രമല്ല നമ്മൾ വാങ്ങുന്ന സർവ്വ സാധനത്തിന്, ഇടുന്ന ഷർട്ടിന് മുതൽ വാങ്ങുന്ന ചെരുപ്പുണ്ടെങ്കിൽ അതിന് മുതൽ വീട്ടിലേക്ക് മറ്റെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയാൽ അതിനടക്കം എല്ലാ സാധനത്തിനും വില കൂടും. ഇന്ധനത്തിൻ്റെ വില കൂടിയാൽ ഇന്ധന വില തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ആളുകൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. സുനിൽകുമാറിന് അത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ അത് ഞാൻ പറയുന്നില്ല. ഇന്ധനവില കൂട്ടിയിട്ടില്ല, ഇതിനു മുന്നേ വാർത്ത വെച്ച് ന്യൂസ് ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നു. ഇന്ധനവില കൂട്ടിയെന്ന് ഞാൻ പറഞ്ഞോ? ഇന്ധനവില കൂട്ടാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പറഞ്ഞത്. ഇന്ധനവില കൂട്ടിയത് ഇന്ധനത്തിൻ്റെ LPG വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂട്ടി കഴിഞ്ഞു. അതിൻ്റേത് ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗാർഹിക സിലിണ്ടറുകൾ യഥാസമയത്ത് കിട്ടാനില്ല, അതും ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഓരോരുത്തരുടെ ശരീരത്തിൽ പിടിപ്പിക്കാനുള്ള മീറ്റർ നിർമ്മാണത്തിലിരിക്കുന്നതെന്നാണ് അറിഞ്ഞത്. ശ്വാസോച്ഛ്വാസത്തിന് നികുതി ഏർപ്പെടുത്താനാണ് അടുത്ത തീരുമാനം എന്നൊക്കെ ശശിധരൻപിള്ള പറയുന്നു. ഇലക്ഷന് മുമ്പേ ഇറാൻ ഇഷ്യൂ തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ റേഷൻ മണ്ണെണ്ണയുടെ വില 4 രൂപ കൂട്ടിയെന്ന് കൃഷ്ണദാസ് ചൂണ്ടിക്കാണിക്കുന്നു. ജയകുമാർ പറയുന്നു എല്ലാവരും തിരക്കിയെന്ന് പറയണമെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പല രാജ്യങ്ങളിലും കൂട്ടിയത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും വില കൂട്ടിയിട്ടില്ല, അതാരും അംഗീകരിക്കില്ല എന്നാണ് സുനിൽകുമാറിന് പറയുന്നത്. പണ്ട് ഇതുപോലെ ആയിരുന്നു ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞതും. അവിടുത്തെ ശതമാനവും ഇവിടുത്തെ ശതമാനവും കൂടെ കൂട്ടി ലോകത്ത് ഇതുവരെ ആർക്കും അത് കൃത്യമായി നിർദ്ധാരണം ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ആ ശതമാന കണക്ക് എങ്ങനെയാണെന്ന്. അതുപോലെയാണ് താങ്കൾക്ക് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിനേക്കാൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചില കുട്ടികളൊക്കെ മാർക്ക് കുറവാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, എന്നെക്കാൾ മാർക്ക് കുറവുള്ളൊരു കുറേ പേര് സ്കൂളിലുണ്ട്, അത് അവരെ എപ്പോഴും ആശ്വാസമായി കാണുന്ന ഒന്നാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും പറയുമ്പോൾ നമ്മളെക്കാൾ കുഴപ്പക്കാരായ ആളുകൾ മറ്റുള്ളിടത്തുണ്ട്, അതുകൊണ്ട് നമ്മൾ നല്ലതല്ലേ എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. അത് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് BJPക്ക് പകരം കോൺഗ്രസ് ആണ് ഈ രാജ്യത്ത് ഗ്യാസും പെട്രോളും വെറുതെ കിട്ടിയേനെ എന്ന് പറയുന്നു. കോൺഗ്രസോ BJPയോ എന്നുള്ള അല്ല വിഷയം. ഒരു യുദ്ധം നടന്നാലും ഇല്ലെങ്കിലും ആളുകൾക്ക് ന്യായമായ വിലക്ക് യുദ്ധ സാഹചര്യത്തിൽ വില കൂട്ടേണ്ട സാഹചര്യം ഉണ്ടാവും, നഷ്ടമുണ്ടാവും. അല്ലാത്ത കാലത്തുണ്ടാകുന്ന ലാഭത്തിൽ നിന്നും അല്ലാതെ സർക്കാർ മറ്റു പണം കണ്ടെത്തിയുമൊക്കെ ജനത്തിൻ്റെ തലയിൽ ഭാരം ഏൽപ്പിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. സ്വർണ്ണത്തിന് 1 ഗ്രാമിന് 10,000-ന് മുകളിൽ, എന്നിട്ട് ആർക്കും ഒരു പരിഭവമില്ല എന്ന് പറയുന്നു. സ്വർണം അത്രത്തോളം അവശ്യ വസ്തുവാണോ ശ്രീ മുരളി?
എന്തായാലും അത്തരം കുറേയേറെ ചർച്ചകൾ ഒക്കെ ഇതിനകത്തുണ്ട്. പാൽവില ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് വില കൂട്ടിയാൽ പ്രശ്നമില്ല, അന്യരാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഗ്യാസിന് വില കൂട്ടാൻ പാടില്ല. കൃഷ്ണദാസിൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അദ്ദേഹം കളിയാക്കിയാണെന്ന് തോന്നുന്നു. വില കൂടുമ്പോൾ കൂലി കൂടും, വീണ്ടും വില കൂടും, വീണ്ടും കൂലി കൂടും, കൂടിക്കൂടി അവസാനം കൂലി മാത്രമാവും. ശശിധരൻപിള്ളയ്ക്കാണ് ആ അഭിപ്രായമുള്ളത്. ശശിധരൻപിള്ള കൂലി ന്യായമായി തൊഴിലെടുക്കുന്നവന് കൂലി കിട്ടണം, തൊഴിലെടുക്കുന്നവന് അവൻ്റെ ജീവിതം പുലർത്താൻ വേണ്ടിയാണ് അവൻ തൊഴിലെടുക്കുന്നത്. അല്ലാതെ കുറഞ്ഞ കൂലിക്ക് ആളിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു നാടിനെ സംബന്ധിച്ച് അത്ര നല്ല അവസ്ഥയല്ല. കുറഞ്ഞ കൂലിയാണ് ആ നാട്ടിലെങ്കിൽ ആ നാട്ടിൻ്റെ ജീവിതാവസ്ഥ മോശമാണ് എന്നാണ്. മെച്ചപ്പെട്ട കൂലിയാണ് ആ നാട്ടിലെങ്കിൽ ആ ജീവിതാവസ്ഥ മെച്ചമാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ആളുകൾ ഗൾഫിലേക്കും അമേരിക്കയിലേക്കും കാനഡയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും. അവിടെ നമ്മളെക്കാൾ മെച്ചപ്പെട്ട ജീവിതമാണുള്ളത്, അവിടെ നമ്മളെക്കാൾ മെച്ചപ്പെട്ട കൂലി കിട്ടും. ആ കൂലി ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റുമ്പോൾ ഇവിടുത്തെ വലിയ തുകയാവും. ഇവിടെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇവിടെ 50,000-ഓ 60,000 സാലറി കിട്ടുന്ന ഒരാൾക്ക് ആ രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ ചിലപ്പോൾ 4 ലക്ഷവും 5 ലക്ഷവും ഒക്കെ സാലറി കിട്ടും. അത് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റുമ്പോൾ അതിലെ ചെറിയ ലാഭം പോലും ഇന്ത്യയിൽ കിട്ടുന്ന ഒരു വർഷം കിട്ടുന്ന സാലറി ആയിട്ടൊക്കെ മാറും. അത് അങ്ങനെയാണ്. അല്ലാതെ കൂലി കുറഞ്ഞ് എൻ്റെ നാട്ടിൽ കൂലി കുറവാണ് എന്നതിൻ്റെ അർത്ഥം എൻ്റെ നാട് വികസിച്ചിട്ടില്ല, എൻ്റെ നാട് ഇപ്പോഴും മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നു എന്നതുകൂടിയാണ്. അതുകൂടി മനസ്സിലാക്കണം. അല്ലാതെ കൂലിയല്ല പ്രശ്നം. പണിയെടുക്കുന്നവർ ജീവിക്കാൻ വേണ്ടിയല്ലേ കൂലി കൊടുക്കേണ്ടത്. എന്തായാലും അത്തരം ചില ചർച്ചകളൊക്കെ കിടക്കുന്നു. ഗ്യാസ് ഇഷ്ടം പോലെ കിട്ടാൻ യുദ്ധം നടത്തുന്നത് നമ്മുടെ അമ്മാവന്മാർ തമ്മിലല്ല, മഞ്ചേച്ചേട്ട എന്നൊക്കെയാണ് സുനിൽകുമാർ പറയുന്നത്. അങ്ങനെ ഇന്ത്യക്ക് അങ്ങനെ ഇടപെടാൻ കഴിയാത്ത ഒരു രാജ്യമാണോ? എന്തായാലും അത്തരം അഭിപ്രായം താങ്കൾക്കുണ്ടെന്ന് തോന്നുന്നില്ല. 1 ലിറ്റർ പെട്രോളിന് കേരളം 30 രൂപ നികുതി ഈടാക്കുന്ന 5 രൂപ കുറച്ച് കൊടുക്കൂ. പെൻഷൻ എന്ന പേരിൽ 2 രൂപയും കൂട്ടിയത് കേരളത്തിൽ മാത്രമാണ്. സുനിൽകുമാറാണ് പറയുന്നത്. ആ നെറ്റിൽ നിന്ന് അടിച്ചു നോക്കിയാൽ താങ്കൾക്ക് സുനിൽകുമാറിന് കേന്ദ്ര നികുതി കൂടി കിട്ടും. രണ്ടുപേരും കുറച്ചാൽ നല്ലത്, കേരളമായാലും കേന്ദ്രമായാലും കുറച്ചാൽ നല്ലത്. എന്തായാലും അത്തരം ചില തർക്കങ്ങളൊക്കെയാണ് ഇതിൽ തുടർച്ചയായി നടന്നുകൊണ്ടേയിരിക്കുന്നത്. അടുത്തായി ശ്രീ സുബേറാണ്, തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുബേർ, വിലക്കയറ്റത്തിൻ്റെ ഒരു കാലത്തിലേക്കാണ് നമ്മൾ നീങ്ങാൻ പോകുന്നത്. പാലിൻ്റെ വില കൂട്ടി പ്രഖ്യാപനം പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ വരും. വാണിജ്യ സിലിണ്ടർ ഗ്യാസിൻ്റെ വില ഇപ്പോൾ ഏറ്റവും അവസാനം 960 രൂപ കൂട്ടിക്കഴിഞ്ഞു. മറ്റ് ഗാർഹിക സിലിണ്ടറിൻ്റെ വില കൂട്ടും എന്ന് പറയുന്നു. ഇന്ധനവില കൂട്ടാൻ പോകുന്നു, വൈദ്യുതി നിരക്കും കൂട്ടാൻ പോകുന്നു. എന്തായാലും ഇനി ഒരു വിലക്കയറ്റ കാലത്തിലേക്കാണോ നമ്മൾ നീങ്ങുന്നത്? അല്ല, ഇനിയിപ്പോ എന്തായാലും പുതിയ ഗവൺമെന്റ് വരുമല്ലോ. UDF ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ എന്തിനൊരു ഒരു നടപടി ഉണ്ടാവുമല്ലോ ഇതിനെ കുറിച്ച്. ഇതിലെല്ലാത്തിലും സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. ഇന്ധനവിലയൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെതാണ്, ഗ്യാസിന്റെ വില കേന്ദ്ര സർക്കാരിൻ്റെതാണ്, പാലിന്റെ വില സംസ്ഥാന സർക്കാരിൻ്റെതാണ്, വൈദ്യുതി വില സംസ്ഥാന സർക്കാരിൻ്റെതാണ്. അതെ. അതിപ്പോ അന്ന് ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴേ പെട്രോളിന്റെ എടുത്തു കളഞ്ഞില്ലേ, 3 രൂപ എടുത്തു കളഞ്ഞില്ല. അതുപോലെ എടുത്തു കളഞ്ഞിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കോൺഗ്രസ് ചെയ്യും, UDF ചെയ്യും. അത് അങ്ങനല്ലേ പറ്റുക? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. UDF ഗവൺമെന്റ് വന്നു കഴിഞ്ഞാല് എല്ലാത്തിനും പരിഹാരം കാണും. ഇത്ര നാള് LDF ഭരണം 10 വർഷം നമ്മളിട്ട് ബുദ്ധിമുട്ടിച്ചില്ലേ. നമ്മളതിന് സെസ് മേടിച്ച് ഇത് കൊടുത്തു, വാർദ്ധക്യ പെൻഷൻ കൊടുത്തു, ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അത് നമുക്കൊന്നുമില്ല. അപ്പൊ അതിൽ നല്ലത് ഇപ്പൊ UDF ഗവൺമെന്റ് വരട്ടെ, എന്താ പറയാൻ നോക്കാം നമുക്ക്. അവരെന്തായാലും ഇതിന് വ്യത്യാസമായിട്ടായിരിക്കുമല്ലോ. അന്ന് ഉമ്മൻചാണ്ടി ചെയ്ത് നമ്മുടെ അടുത്തുണ്ടല്ലോ, ഓൾറെഡി നമ്മുടെ കൺമുമ്പിലുണ്ട് ഉമ്മൻചാണ്ടി ചെയ്തത്. അന്ന് സെസ് കൂട്ടിയപ്പോ അത് എടുത്തു കളഞ്ഞ് 3 രൂപ വെച്ച് കുറച്ചിട്ട് ആ 3 രൂപ നമുക്ക് കിട്ടിയില്ലേ. ഇതവർ ചെയ്തില്ലല്ലോ. ഒരു പരമാവധി നമ്മളെ ദ്രോഹിക്കാനുള്ള നോക്കിയിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി കൂട്ടി, വെള്ളക്കരം കൂട്ടി, നികുതി കൂട്ടി, ബുദ്ധിമുട്ടിച്ചു. ശരി, ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് കഴിയാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നോ ഓരോന്നിനായി വില കൂട്ടാൻ വേണ്ടി? ജനജീവിതം വളരെ ദുസ്സഹമായ രീതിയിലേക്ക് ആവാൻ പോകുന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായ വിലക്കയറ്റവും ഉണ്ടാവാൻ സാധ്യതയേറെയാണ്. അതായത് പെട്രോൾ, ഡീസൽ, ഇന്ധന വില വർധനവ്, ഗാർഹിക അതേപോലെ തന്നെ വ്യാവസായിക വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വില കൂട്ടല്, ഇതെല്ലാം പിന്നെ സാധാരണഗതിയിൽ ഇല്ലാത്ത തരത്തിലാണ് ഇപ്പോൾ വില വർദ്ധിപ്പിക്കാൻ പോകുന്നതും വർദ്ധിപ്പിച്ച് ഇരിക്കുന്നതും. ഇതൊക്കെ കൊണ്ട് തന്നെ ജനങ്ങൾ വല്ലാതെ പൊറുതിമുട്ടും എന്നുള്ള കാര്യം. ഇത് വെറും കേരള ഗവൺമെന്റിന്റെ മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് കൂടി മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിച്ചു പോകാൻ കഴിയുള്ളൂ എന്നൊരവസ്ഥയാണ്. കാരണം 6-ാം തീയതി നമുക്കറിയാലോ, ചെറുകിട പിന്നെ ഹോട്ടൽ കച്ചവടക്കാര് പിന്നെ ഹർത്താലാക്കിയാണ്.
അവര് കടമുടക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ അത് വന്നു കഴിഞ്ഞാൽ സാധാരണ നിത്യ ജോലി ചെയ്ത് ജീവിതം നയിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഭക്ഷണം കിട്ടാതെ അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞത് കിട്ടാക്കനിയായിരിക്കുന്നു ഗ്യാസ്. ഗാർഹിക മേഖലയിലാണെങ്കിലും വാണിജ്യ മേഖലയിൽ ഗ്യാസ് കിട്ടാക്കനിയായിരിക്കുന്നു. വില വർദ്ധിച്ചു പോലും കിട്ടുന്നില്ല. ഒരു ചായക്ക് 15 രൂപ കൊടുത്തു പോലും അവർക്ക് വിൽക്കാൻ കഴിയാത്ത സാഹചര്യം. നമ്മൾ എന്താവും, എങ്ങനെയാവും, നാടിന്റെ അവസ്ഥ എന്താവും എന്ന് ആകുലപ്പെടുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്. യുദ്ധം അങ്ങ് ഇറാനിലല്ലേ, യുദ്ധം അങ്ങ് അമേരിക്കയിലല്ലേ, യുദ്ധം അങ്ങ് ഇസ്രായേലിലല്ലേ എന്ന്. ഇപ്പോൾ എന്തായി നമ്മുടെ വേണ്ട വിധത്തിൽ അതിന് ഇടപെട്ടോ? ലോകരാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ യുദ്ധം കൊണ്ടുണ്ടായി. എന്ത് ചെയ്തു ലോകരാഷ്ട്രങ്ങൾ, എന്ത് ചെയ്തു UN, എന്ത് ചെയ്തു രാഷ്ട്ര നേതാക്കൾ? അപ്പൊ അവരൊക്കെ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ചെയ്യേണ്ട സമയത്ത് ചിന്തിച്ചിട്ടില്ല. അതിന്റെ പരിണിത ഫലമാണ് നമ്മളും അനുഭവിക്കാൻ പോകുന്നത്. നമ്മുടെ അടുക്കളയിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പോലും മാറ്റങ്ങളും പരിവർത്തനങ്ങളും കൊണ്ടുവരേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും സാധനങ്ങളൊന്നും കാരണം വെച്ചാൽ ലോറികളും വാഹനങ്ങളും പാർസലുകളും വണ്ടികളും ഒന്നും കേരളത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളെങ്ങനെ ആഹാരം കഴിക്കും? നമ്മൾ സ്വയം പര്യാപ്തതയിലില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള വല്ലാത്തൊരു സാഹചര്യം, ആലോചിച്ചാൽ അറ്റം കിട്ടാത്ത വിധത്തിൽ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ഇപ്പോഴത്തുള്ള സാഹചര്യമൊന്നും ആയിരിക്കില്ല വരാൻ പോകുന്ന. അതിനൊക്കെ പ്രതിവിധി കാണാം. കാരണം നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് മാറിയത് കൊണ്ട് മാത്രം ഒരുപാട് ഗ്യാരണ്ടികൾ ചെയ്തുകൊണ്ടൊന്നും മാത്രമൊന്നും ജനങ്ങളെ ഈ രീതിയിൽ കഷ്ടപ്പാടിനെ മാറ്റിയെടുക്കാൻ എളുപ്പത്തിലൊന്നും സാധ്യമല്ല. അത് ഓരോ ഗവൺമെന്റും, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും അതിനുള്ള പരിഹാര മാർഗങ്ങൾ കാരണം പാവപ്പെട്ട ആളുകൾ ഇവിടെ ജീവിക്കണമല്ലോ. അവർക്ക് ജീവിക്കാൻ ഉതകുന്ന രൂപത്തിൽ അതിന് കാര്യങ്ങൾ നീക്കിക്കൊണ്ടുവരുന്ന അതാത് സംസ്ഥാന ഗവൺമെന്റ്, അതായത് കേന്ദ്ര ഗവൺമെന്റ് നിസ്സംഗത പാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പാവപ്പെട്ട ആളുകൾ വളരെയേറെ ബുദ്ധിമുട്ടും. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സമയം അധികരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, ഹലോ, താങ്കൾക്ക് പറയാം. ഇത് ഇപ്പൊ ഏറ്റവും വില കുറയുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ദിനം പ്രതി ഒരു വിലയില്ലാത്ത. പക്ഷെ നമുക്ക് വില ഉണ്ടായിരുന്നു ഒരു 2 ആഴ്ച മുമ്പ് വരെ. അത് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് വില ഉണ്ടായത്. അതിനുശേഷം ഇപ്പൊ എല്ലാം വില കൂടുന്നു. പിന്നെ ഈ പാലിന്റെ ഒന്നും വില കൂട്ടാതിരിക്കാൻ പറ്റില്ല. കാരണം പാലിന് ഇപ്പൊ പശുവിന് കാലിത്തീറ്റയൊക്കെ അതിനെക്കാട്ടിലും വില വരികയാണ്. ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് 1300 1400 രൂപ വിലയുണ്ട്. ആ ഇതിൽ വരുമ്പോഴത്തേക്ക് ഇവർ ഇത്ര പാലിന് വില കൂട്ടിയാൽ ഈ റീഡിംഗ് അനുസരിച്ച് വരുമ്പോഴത്തേക്ക് ഇവർക്ക് 40 രൂപ പോലും കിട്ടുന്നില്ല. പാലിന് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വിപണിയിൽ മിൽമ പാലിനൊക്കെ വില കിട്ടും. വ്യക്തികൾ കൊടുക്കുമ്പോൾ ആ റീഡിംഗ് അനുസരിച്ച് 35-40 വരെയൊക്കെ ഈ വില കിട്ടുന്നുള്ളൂ. അതിന് ഈ സബ്സിഡി പോലെ കാലിത്തീറ്റയൊക്കെ സബ്സിഡിയൊക്കെ കൊടുത്ത് വൈക്കോല് ഇതൊക്കെ ഇങ്ങനത്തെ കൊടുത്ത് ഗവൺമെന്റ് നികുതി കുറയ്ക്കണം എല്ലാത്തിനും. തൽക്കാലം യുദ്ധം തീരുന്നവരെങ്കിലും ഒരു നികുതി കുറയ്ക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ വരണം. അന്നേരം ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ ആവുകയുള്ളൂ. കാരണം ജനങ്ങൾ ഇപ്പൊ പാലിന് വില കൂട്ടുന്നു. സമരം ചെയ്തിട്ട് എന്താണ് കാര്യം? ഇപ്പൊ ഈ പശുവിനെ കൊണ്ട് നടക്കണ്ടേ? ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വേറെ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ പാല് കൊണ്ടുവരുമ്പോൾ അതിനെക്കാളും പൈസ ആവുന്നുണ്ട്. ഇത് ജനങ്ങൾ കൂടെ ചിന്തിക്കണം. പിന്നെ നേരത്തെ ഒരു പ്രശ്നം പറയുന്നത് തൊഴിലെടുക്കുന്നവർക്ക് തൊഴിലാളികൾക്ക് കൂലി കൂടുതലാണ്. ഒരിക്കലും കൂലി കൂടുതലല്ല. ഇത് എല്ലാവർക്കും വൈറ്റ് കോളർ ജോബിലേക്ക് പോകുന്നതുകൊണ്ടല്ലേ. ഇപ്പൊ നമുക്കറിയാം, ബംഗാളിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ആൾക്കാർ വന്നു. ഇവിടെ അവരെ ഒരു വിസയ്ക്ക് പോലും പൈസ കൊടുക്കാണ്ട് വന്നിട്ട് 3000-4000 രൂപ പണിയെടുത്തിട്ടാണ് പോകുന്നത്. മലയാളി 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വിസയ്ക്ക് കൊടുത്തിട്ട് അവിടെ പോയിട്ട് 30,000 രൂപ പണിയെടുക്കുന്നു ഒരു മാസം. അത് 14 മണിക്കൂർ 15 മണിക്കൂർ പണിയെടുത്തിട്ട്. പക്ഷെ ഇവര് ബംഗാളിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് അവർ വിസ പോലും ഇവർക്ക് തോന്നുന്ന സമയത്ത് കയറി പോവാം. ആ സമയത്ത് 3000 രൂപയൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെങ്കൽ പണിക്കാർ 4000 രൂപയൊക്കെ പണിയെടുത്തിട്ട് ഒരു ദിവസം എടുക്കുന്നത്. മലയാളി കണ്ടുപിടിക്കണം. മലയാളിക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ശിവകുമാറാണ് ഒറ്റപ്പാലത്ത് നിന്നും. ശ്രീ ശിവകുമാർ, ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഏതൊക്കെ സമ്മർദ്ദങ്ങൾ വന്നാലും എന്തെല്ലാം സാഹചര്യം ഉണ്ടായാലും വില കൂട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങളും ഒന്നും ഒരു സർക്കാരിനും സഹിക്കാൻ പറ്റില്ല. ഉടനെ തന്നെ അവർ വില കൂട്ടുകയും ചെയ്യും. എന്താണ് ഇതിന് കാരണം? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പൗരന്മാരുടെ ആവശ്യകത രാഷ്ട്രീയക്കാർക്ക് കുറയുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ. പറഞ്ഞോളൂ താങ്കൾ.
നമ്മൾ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതല്ലാതെ വേറൊരു പോംവഴി ഇതിനകത്ത് കാണുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ കഴിയുമില്ല. നമുക്ക് പാല് പോലും നമ്മുടെ നാട്ടിൽ പൂർണ്ണമായി സ്വയം പര്യാപ്തയിലെത്തണം. അല്ല, നമുക്ക് ഉപഭോഗം നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പം പെട്രോൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാക്കാനോ സാധ്യമല്ല. അപ്പൊ അതിന്റെ ഉപഭോഗം മാക്സിമം നമ്മൾ കുറയ്ക്കുക. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ, ആൾക്കാർ കുറച്ചും കൂടെ അവെയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉപഭോഗം കുറയും. പിന്നെ ആൾക്കാർ ഇതിനെതിരെ ഒരു എന്താ പറയാ, നമ്മുടെ ഇലക്ഷൻ വരുമ്പോൾ ഉള്ള ആ ഒരു ഇമ്പോർട്ടൻസി എല്ലാ സമയത്തും ആൾക്കാർക്ക് ഉണ്ടാവുന്ന രീതിയിൽ ജനങ്ങളും കുറച്ച് അവെയർ ആയിട്ട് രാഷ്ട്രീയം എല്ലാം പൊളിറ്റിക്കലി നമ്മൾ കാണാതെ തന്നെ ഓരോ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കണ്ട് നമ്മൾ ഉപയോഗത്തിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവും എന്നുള്ളതാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ബിനുകുമാറാണ് ചടയമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിനുകുമാർ, പാലിന് വില കൂടുന്നു, വൈദ്യുതിക്ക് വില കൂടാൻ പോകുന്നു, ഇന്ധനവില കൂടാൻ പോകുന്നു, LPGയുടെ വില കൂടിക്കഴിഞ്ഞു, ഇനി ഗാർഹിക LPGയുടെ വില കൂടുമെന്ന് പറയുന്നു. ആകെ കൂടി സാധാരണക്കാരന്റെ ജീവിതം ദുരിതത്തിലേക്കാണോ? സാറേ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് സന്തോഷിക്കുന്ന ഒരു വാർത്ത നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ ഞാൻ കണ്ടു. അതായത് 2.47 ലക്ഷം കോടി രൂപയുടെ GST വർധനമാണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങളുടെ GST വരുമാനം ചെന്ന് കുമിഞ്ഞുകൂടുകയാണ്. അപ്പൊ അതിൽ നിന്ന്, ആ വരുമാനത്തിൽ നിന്ന് എത്രത്തോളം ജനങ്ങളെ സഹായിക്കാൻ കഴിയുമോ അത് സഹായിക്കണം. എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂട്ടാതിരിക്കുക. നിലവിലുള്ള സ്ഥിതി തുടർന്നാലും കുഴപ്പമില്ല, വില കൂട്ടാതിരിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ പാലിന്റെയും വൈദ്യുതിയുടെ ഒക്കെ കാര്യങ്ങളാണ്. അത് സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റിനും കുറ്റം പറയുന്നില്ല. ശരി, എന്തായാലും നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ട് മാത്രമാണ് ഇടപെടുന്നത് ശ്രീ ബിനുകുമാർ. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സർക്കാരുകൾ ഈ വിലക്കയറ്റം എന്നുള്ള നയം അത് പലപ്പോഴും ആവർത്തിക്കുന്നതാണ്. സർക്കാരുകൾ വില കയറ്റാനല്ല നോക്കേണ്ടത്. അങ്ങനെ വിലക്കയറ്റം ഉണ്ടായാൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതഭാരം വർദ്ധിപ്പിക്കാതെ എങ്ങനെ ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താം, അത്തരം ഇടപെടലുകൾ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് കേന്ദ്രം ഭരിക്കുന്നവരായാലും സംസ്ഥാനം ഭരിക്കുന്നവരായാലും അതാത് കാലത്തെ സർക്കാരുകൾക്കുള്ളത്. അല്ലാതെ ആഗോള സാഹചര്യവും മറ്റു സാഹചര്യവും ഒക്കെ പറഞ്ഞ് വില കയറ്റാനാണെങ്കിൽ എല്ലാ കാലത്തും വിലക്കയറ്റത്തിനുള്ള കാരണങ്ങൾ ആവോളം വന്നു ചേരാറുണ്ട്. അതിനെ പരിഹരിക്കുക, ജനങ്ങളുടെ ജീവിതം കൂടുതൽ ലഘൂകരിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. അതിന് പകരം പ്രയാസമേറിയതാക്കുക അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തെ ദുരിതത്തിലേക്ക് തള്ളിവിടുക എന്നുള്ളതല്ല എന്നുള്ള പൊതു അഭിപ്രായമാണ് പ്രേക്ഷകരിൽ മഹാഭൂരിപക്ഷം പേരും പ്രകടിപ്പിച്ചത്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.